പ്രവാചകരുടെ വാതിലിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. തങ്ങൾ പോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ കരിമ്പടം കൊണ്ട് ശരീരം മൂടിയ പാവപ്പെട്ട ഒരു മനുഷ്യൻ പുറത്തു നിൽക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ ബിലാൽ ഇബ്നു റബാഹയാണെന്ന്, ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമ. ഇസ്ലാമിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മുന്നിൽ വന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിചയപ്പെടുത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ ഇബ്നു റബാഹയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു ചുടുചുംബനം നൽകുന്നുണ്ട്. ജീവിതത്തിൽ ആരിൽ നിന്നും സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ നിർത്താൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാറടികൾ ഏറ്റിട്ട് പോലും കണ്ണിൽ നിന്ന് പലപ്പോഴും കണ്ണുനീരൊലിച്ചിട്ടില്ലാത്ത ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, പ്രവാചകരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കണ്ണുനീർ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. വളരെ വികാര നിർഭരമാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം എന്ന് പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ജനനം കൊണ്ട് തന്നെ അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയൊരു അടിമയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ വലിയ ഭാരമുള്ള ജോലികൾ എടുക്കാൻ നിർബന്ധിതനായിരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ മേച്ച് നടന്ന് പലരും പറയാറുണ്ട്, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രായമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആടുകളുടെയൊക്കെ ഗന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ചില ദിവസങ്ങളിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെയും അവിടെ അടിമയായി വിൽക്കാൻ വേണ്ടിയിട്ട് ഉടമ കൊണ്ടുപോയി നിർത്തുമായിരുന്നു. അങ്ങനെയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന വ്യക്തി ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നതും അടിമച്ചന്തയിൽ വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പണം കൊടുത്തുകൊണ്ട് സ്വീകരിക്കും. പിന്നീട് അങ്ങോട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വളരെ ദുഷ്കരമായി. അങ്ങനെ ഉമയ്യത്തിൻ്റെ അടിമയായി ജീവിക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു അറിയുന്നതും ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. പുതിയ ഒരു മതത്തിലേക്ക് തൻ്റെ അടിമ കടന്നു ചെന്നിട്ടുണ്ട് എന്നറിഞ്ഞ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി അദ്ദേഹം പറഞ്ഞു നോക്കി തൻ്റെ മതത്തിലേക്ക്, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം അത്രമേൽ ദൃഢമായിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉമയ്യത്ത് ചാട്ടവാറ് കൊണ്ട് നിർത്താതെ അടിക്കുകയും അവസാനം മരുഭൂമിയിൽ അദ്ദേഹത്തെ വിവസ്ത്രനായി കിടത്തിയിട്ട് നെഞ്ചിൽ ഒരു പാറക്കല്ല് കയറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും കയറ് കെട്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് മരുഭൂമിയിലൂടെ വലിച്ചേക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. അടിമയെ ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ഉമയ്യത്തിൻ്റെ കൂട്ടുകാർ പലപ്പോഴും ഉമയ്യത്തിനോട് പറയുമായിരുന്നു, നിനക്കെന്നാൽ അവനെ അങ്ങ് കൊന്നു കളഞ്ഞുകൂടെ എന്ന്. അത്രയും മനുഷ്യപ്പറ്റില്ലാത്ത വിധത്തിലായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് പീഡിപ്പിച്ചിരുന്നത്. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റു അടിമകളായ അമ്മാർ റളിയല്ലാഹു അൻഹുവും യാസർ റളിയല്ലാഹു അൻഹുവും ഒക്കെ പീഡനം സഹിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിൽ ഇസ്ലാമിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിലും പുറത്ത് പറഞ്ഞു പോകും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന്. പിന്നീട് നേരം വെളുക്കുമ്പോൾ പ്രവാചകരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നബിയെ, അവരെന്നെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞുപോയി ഞാൻ നിങ്ങളുടെ മതത്തിലാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ നബിയെ എന്നൊക്കെ അമ്മാർ, യാസർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ തങ്ങളോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിക്കും, ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം എങ്ങനെയായിരുന്നു? നബിയെ, ഞങ്ങളുടെ ഉള്ളിൽ ഇസ്ലാമിക വിശ്വാസം തന്നെയായിരുന്നു. ഞങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരോട് കൂടെയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നില്ല. എത്ര ക്രൂരമായി പീഡിപ്പിച്ചാലും എത്ര ആക്രമിച്ചാലും മഹാനവറുകൾ ഉറക്കെ വിളിച്ചു പറയും, അഹദ് അഹദ്, അള്ളാഹു അഹദ് എന്ന്. അത്രയും അചഞ്ചലമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലിട്ടുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്താണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതുവഴി ഇങ്ങനെ നടന്നു വരുന്നത്. ഇത് കണ്ടു നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നില്ല.
അദ്ദേഹം ഉമയ്യത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അടിമയെ എനിക്ക് വിൽക്കുമോ എന്ന്. ആ സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു, 1000 ദീനാർ തരികയാണെങ്കിൽ ഞാൻ ബിലാലിനെ നിനക്ക് തരാമെന്ന്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലപേശാൻ പോലും നിൽക്കാതെ തൻ്റെ അടുത്തുള്ള സമ്പത്ത് കൊണ്ടുപോയിട്ട് ഉമയ്യത്തിനെ ഏൽപ്പിക്കുകയും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇനി നീ സ്വതന്ത്രനാണ്. കച്ചവടം കഴിഞ്ഞ് പണമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമയ്യത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് 2 സ്വർണ്ണ നാണയമാണ് തന്നതെങ്കിൽ പോലും ബിലാലിന് തരാൻ ഞാൻ തയ്യാറായിരുന്നു. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ 1000 അല്ല 10,000 സ്വർണ്ണ നാണയമാണ് ബിലാലിന് വിലയായി നിശ്ചയിച്ചിരുന്നതെങ്കിൽ അത് തന്ന് വാങ്ങാനും ഞാൻ തയ്യാറാകുമായിരുന്നു. അത്രയും വലിയ സ്ഥാനമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന് വിശ്വാസത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം ചെറുതായിരുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ബാങ്ക്, 5 നേരത്തെ ബാങ്ക് നിലവിൽ വരുന്ന സാഹചര്യത്തിൽ സ്വഹാബത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഈ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ നിയമിച്ചിരുന്നെങ്കിലെന്ന്. ഓരോരുത്തരും ഏറെ ആഗ്രഹിച്ചു പോയ ഒരു സ്ഥാനമായിരുന്നു ബാങ്ക് കൊടുക്കാനുള്ളത്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട്, അയിന ബിലാൽ, ബിലാൽ എവിടെയാണെന്ന്. സ്വഹാബത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ മദീനയിലെ ബാങ്ക് വിളിക്കുന്ന വലിയ സ്ഥാനം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിക്കുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മക്കം ഫത്ഹ് എന്ന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണത്. സർവ്വസന്നാഹങ്ങളോടെ മക്കയിലേക്ക് കടന്നു വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ വലിയ സദസ്സിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അയിന ബിലാൽ, ബിലാൽ എവിടെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി കേട്ടുകൊണ്ട് മുന്നോട്ട് വന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ഏൽപ്പിക്കുകയാണ്, കഅബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കണമെന്ന്. ഏറെ ആഗ്രഹിച്ചിരുന്ന വലിയ സ്ഥാനം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും ഏൽപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും കാലങ്ങൾ കടന്നുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ പ്രവാചകർ മരിച്ചു ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കുമെന്ന്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ്. അങ്ങനെ ബാങ്കിൻ്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കലും അതിന് കൂട്ടാക്കുന്നില്ല. പ്രവാചകരില്ലാത്ത മണ്ണിൽ ബാങ്ക് വിളിക്കാൻ ബിലാലിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ഒഴിഞ്ഞു മാറിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വരം ഒരൽപ്പം കടുപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഏറെ പ്രസക്തമാണ്. നിങ്ങൾ എന്നെ അന്ന് ഉമയ്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ഈ ബിലാൽ എന്നിവിടെ ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ അന്ന് എന്നെ മോചിപ്പിച്ചിരുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോൾ വെറുതെ വിടണമെന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ മദീന വിട്ട് പ്രവാചകരില്ലാത്ത മണ്ണ് വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒരുപാട് കാലം മദീനയിൽ ബിലാലിൻ്റെ ബാങ്ക് മുഴങ്ങിയിരുന്നില്ല. പ്രവാചകരില്ലാത്ത മണ്ണിൽ ബിലാലിൻ്റെ ബാങ്കും നിലക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വപ്നത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ബിലാൽ, നീ എന്നോട് പിണക്കമാണോ എന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റിട്ട് ആ അർദ്ധരാത്രിയിൽ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്ന് പ്രവാചകരുടെ റൗള ഷരീഫിൽ ഒരുപാട് സമയം ചിലവഴിച്ച് പിന്നീട്
പള്ളിയിൽ പഴയകാല ഓർമ്മകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാര സമയമായപ്പോൾ സ്വഹാബത്ത് വന്ന് നിർബന്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് ഇവിടെ ബാങ്ക് വിളിക്കണമെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിക്കൊണ്ട് ബാങ്ക് വിളിക്കുകയാണ്. അങ്ങനെ ബാങ്ക് വിളിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നെത്തിയപ്പോൾ പിന്നീട് ബാങ്ക് പൂർത്തീകരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നില്ല. പ്രവാചകരുടെ ഓർമ്മകൾ തികട്ടി വന്നുകൊണ്ട് അവിടെ തളർന്ന് വീണു പോകുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സമയമായപ്പോൾ മദീന പള്ളി ജനനിബിഡമായിരുന്നു. എല്ലാവരും ബിലാലിൻ്റെ ബാങ്ക് കേട്ടുകൊണ്ട് പ്രവാചകരുടെ കാലം ഓർത്തെടുത്ത് മദീന പള്ളിയിൽ തടിച്ചുകൂടി എത്തിയിരിക്കുന്നു. ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടിയ സദസ്സിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഇസ്ലാമിൻ്റെ അതിർത്തികൾ മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മസ്ജിദുൽ അഖ്സയിൽ പരിശുദ്ധ ഇസ്ലാം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ബാങ്ക് വിളിക്കാൻ ഒരാളെ നിയമിക്കുന്നതിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അധിക സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല. സ്വഹാബത്തിൽ നിന്ന് ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട്, അയിന ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നപ്പോൾ മസ്ജിദുൽ അഖ്സയിലും ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മദീനയിലും മക്കയിലും അഖ്സയിലും എല്ലാം ആദ്യം ബാങ്ക് വിളിച്ച മഹാവ്യക്തി എന്ന വലിയ ബഹുമതിയും മഹാനായ ബിലാൽ ഇബ്നു റബാഹയെ തേടി വരികയായിരുന്നു. വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ കൺസെപ്റ്റിൻ്റെ ഒരു നേർക്കാഴ്ച കൂടെയായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിലൂടെ നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പോയ സ്വർഗത്തിലേക്ക് ചെന്നു ചേരാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.